ത്രിയേക ദൈവത്തിന് സ്തുതി. ന്യൂകാസിൽ എക്യുമെനിക്കൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കാരോൾ സർവീസായിട്ട് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. 2014 ആരംഭിച്ച ഈ ഒരു വലിയ എക്യുമെനിക്കൽ മുന്നേറ്റം ഈ നിമിഷം വരെയും നമുക്ക് ക്രിസ്മസിന്റെ ഒരു ക്യാൻവാസിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. 4 സഭകൾ ചേർന്ന് ആരംഭിച്ച ഒരു മൂവ്മെന്റാണ് ഈ ഒരു യോഗം. ഇന്ന് 6 സഭകൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്നതിൽ വളരെ വളരെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാരോൾ സർവീസ് 2024 ഹോസ്റ്റ് ചെയ്യുന്ന സെന്റ് ഗ്രിഗോറിയോസ് ജേക്കബൈറ്റ് ചർച്ചിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. എനിക്ക് വ്യക്തിപരമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ സന്ദേശത്തിലൂടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം എന്നെയും അനുവദിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്മസിന്റെ ഒരു ക്യാൻവാസിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ഞാൻ വിശ്വസിക്കുന്നു ഈ ക്രിസ്മസിന്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു നിയോഗമുണ്ട് എന്ന് ഞാൻ കാണുകയാണ്. All the characters involved in the Christmas narrative has got a remarkable significance in unfolding the gospel to the world. ആർക്കാണ് യേശുക്രിസ്തുവിനെ, യേശു കുഞ്ഞിനെ ആദ്യമായി കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്? Who got the privilege to see the baby Jesus first? കൃത്യമായി വേദപുസ്തകം ഉത്തരം നൽകുന്നുണ്ട്. മറ്റാരുമല്ല, ഇടയന്മാരും വിദ്വാൻമാരും. It's shepherds and wise men. ആരാണിവർ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിദ്വാൻമാർ ലോകത്തിൽ അറിവ് സമ്പാദിക്കാൻ വേണ്ടി ജീവിച്ചവരാണ്. They lived in the pursuit of knowledge. അറിവ് സമ്പാദിക്കാൻ വേണ്ടി ജീവിച്ചവർ. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. അന്നേരം അറിവിന്റെ ഈ ഒരു യാത്രയിൽ എല്ലാ അറിവുകൾക്കും മേലായ ഒരു സത്യം അവർ കണ്ടപ്പോൾ they committed their life for that truth. When they realized the truth which is beyond all the knowledge of the world, they committed their life, their vocation and their engagements to the Lord. ആരാണ് ഇടയന്മാർ? നമ്മൾ വായിക്കുന്നു, വെളിംപ്രദേശത്ത്, വീടിന്റെ വെളിയിൽ തള്ളപ്പെട്ട വെളിംപ്രദേശത്ത് അവർ ഒരു പാട്ട് കേൾക്കുകയാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമ്മൾ ധാരാളം പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. പാട്ടുകൾ നമുക്ക് പലപ്പോഴും ഉറക്കത്തിനുള്ള താരാട്ടാണ്. എന്നാൽ ഇടയന്മാർക്ക് പാട്ടുകൾ പുതിയ മുന്നേറ്റത്തിനുള്ള എഴുന്നേൽപ്പാണ്. വേദപുസ്തകം പറയുന്നു, അവർ എഴുന്നേറ്റു, they rose. ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കട്ടെ. ഒരു ക്രിസ്മസിന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് സഭയെ നിർവചിക്കാൻ പറ്റുക? ഞാൻ പറയും, ചർച്ച് ഈസ് ദ ഫെലോഷിപ്പ് ഓഫ് ഷെപ്പേർഡ്സ് ആൻഡ് വൈസ് മെൻ. സഭ എന്നത് ഇടയന്മാരുടെയും വിദ്വാൻമാരുടെയും ഒരു കൂട്ടായ്മയായിരിക്കണം. മറ്റൊരു വിധത്തിൽ നാം എല്ലാവരും ഈ ഇടയന്മാരെയും വിദ്വാൻമാരെയും പോലെ ആയിത്തീരുവാൻ വിളിക്കപ്പെടുകയാണ്. ഇടയന്മാർ കേട്ടു, വിദ്വാൻമാർ കണ്ടു. കണ്ടതും കേട്ടതും ജീവിതത്തിന്റെ പരമപ്രധാനമായ ഗവേഷണമാക്കി മാറ്റുന്നു. ഷെപ്പേർഡ്സ് heard, wise men saw. They have turned what they saw and what they heard into their ultimate discovery of life. കർത്താവിൽ പ്രിയരേ, 2024 ക്രിസ്മസ് ഈ ഒരു തലത്തിലേക്ക്, ഈ ഒരു ജീവിത വീക്ഷണത്തിലേക്ക് കർത്താവ് നമ്മളെ എല്ലാവരെയും എത്തിച്ചേരുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്മസും സമ്പൽ സമൃദ്ധമായിട്ടുള്ള 2025 പുതുവത്സരവും ആശംസിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും